ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ഞാനും സൽമയും ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇന്ന് നമ്മൾ ക്യാമ്പിങ്ങിന് ഇറങ്ങിയതല്ല, നമ്മൾ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം നോക്കി ഇറങ്ങിയതാണ്. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഇനി നോമ്പ് കഴിഞ്ഞിട്ട് നല്ല ക്യാമ്പിങ്ങൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി ഇതിലെ ഒരു പുലി പാസ് ചെയ്തിട്ടുണ്ട്. ഈ പുലി പാസ് ചെയ്തു എന്ന് പറയുന്നത് തള്ളുന്നല്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു പകൽ സമയത്താണ് കണ്ടത്. പകൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയത്താണ് കണ്ടത്. പിന്നെ അതിങ്ങനെ ഈ വഴി ഇങ്ങനെ വന്ന് നമ്മുടെ വൈഫ് ഹൗസിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് 9 മണിയായി. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ആളുകൾ ഇതിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ പകൽ കണ്ടെടുത്ത് ഒരു സ്ഥലത്ത് കുറേ ചോരയും അതും ഇതൊക്കെ കണ്ടു. അപ്പോൾ അത് ആളുകൾക്കൊക്കെ സംശയം, അപ്പോൾ ഇത് പുലിയാണെങ്കിൽ ഈ ചോര അങ്ങനെ കളയില്ലല്ലോ, അതിങ്ങനെ വലിച്ച് കുടിക്കുമല്ലോ. ഇത് ചോര കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഇനി പിന്നെ പട്ടീനെയോ മാനിനെയൊക്കെ കൊന്നിട്ടാണെന്ന് അറിയില്ല കേട്ടോ. കടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ ചോര പോയതായിരിക്കാം ചിലപ്പോൾ. പിന്നെ ഇന്നലെ എന്നിട്ട് വൈകുന്നേരം ഒരു 9 മണി, രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വൈഫിൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതിനെ കണ്ടു. അവിടെ 1-2 ആൾക്കാർ കണ്ട് അങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഇട്ട് ആളുകളൊക്കെ ഇതിനെ ഓടിച്ചു. പക്ഷേ ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫോറസ്റ്റ് അല്ല, ഒരു കൃഷി സ്ഥലമാണ്. അതായത് കാപ്പി, മുളക്, ഇങ്ങനെ കവുങ്ങ്, അടക്ക, തെങ്ങ് എല്ലാം ഉള്ള സ്ഥലമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും ഈ ഫോറസ്റ്റിൽ മാത്രമല്ല ഈ മൃഗങ്ങളുള്ളത്, നമ്മുടെ ഈ നാട്ടുപ്രദേശത്ത് കൂടെ വരെ ഈ സാധനം ഉണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ കാടിൻ്റെ സൈഡിലൊക്കെ പോയി ക്യാമ്പ് ചെയ്യുമ്പോൾ പിന്നെ ചില ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ചിലവരേ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നീ തള്ളല്ലേ, നിനക്ക് എവിടെ നോക്കിയാലും പുലിയാണ്, കടുവയാണ്, പേടിപ്പിക്കില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ സത്യതാണ്. അതായത് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, പിന്നെ ഇന്നലെ ആ പുലി വന്ന് ആ ഒരു പോക്ക് പോയതുകൊണ്ട്. അതായത് ഇതിലിങ്ങനെ പോയിട്ട് നമ്മുടെ വൈഫിൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് ശരിക്കും ആളുകൾ കണ്ടത്. പിന്നെ പകൽ സമയം കണ്ടു, പിന്നെ അത് കൂടാതെ രാത്രി. അപ്പോൾ ഇതിലൊക്കെ പകലും രാത്രിയൊക്കെ ഇങ്ങനെ പാസിങ് ഉള്ളതാണ്. അതായത് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പുലിയും ഒരു കടുവയും സ്ഥിരമായിട്ട് ഈ ഏരിയയിൽ ഉണ്ടാവില്ല. അതിങ്ങനെ പാസ് ചെയ്യും, ഇങ്ങനെ കിടന്ന് കറങ്ങി റൗണ്ട് അടിക്കും. അത് ഒരെണ്ണാവില്ല, കുറേ എണ്ണം ഉണ്ടാവും, ഇങ്ങനെ റൗണ്ട് അടിക്കും. അപ്പോൾ പോണ പോക്കിൽ കിട്ടുന്ന എന്താ വെച്ചാൽ അത് തിന്നിട്ട് അങ്ങ് പോകും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ക്യാമ്പിങ്ങൊന്നും നടക്കുന്നില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാനും സൽമയും ഇപ്പോൾ ചുമ്മാ അങ്ങനെ ഇറങ്ങിയതാണ്. സൽമാനെയും കുറേ ദിവസമായി പുറത്തൊക്കെ ഒന്ന് ഇറക്കിയിട്ട്, ഇല്ലേ സൽമ? വാ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ, വാ. സൽമാനെ കുറച്ച് ദിവസമായി പുറത്തോട്ട് ഇറക്കിയിട്ട്, അപ്പോൾ അതിൻ്റേതായൊരു മടിയുണ്ട്, ഭയങ്കര കുറുമ്പുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ ഈ മരത്തിൻ്റെ വീട്ടിൽ കാച്ചിൽ കാണുന്നുണ്ട്. കാവത്ത് കാച്ചിൽ എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഉണ്ട്. അത് കിട്ടുമോ നോക്കട്ടെ, എന്തായാലും വന്നാലേ. ഉണ്ടോ, ഇതിൽ അടിയിൽ കാച്ചിൽ വെള്ളം ഉണ്ട്, ഉണങ്ങിപ്പോയതാണ്, ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും. നമ്മുടെ ഈ നാടിൻ്റെ വേറൊരു പ്രത്യേകത എന്താ അറിയോ, എവിടെ നോക്കിയാലും കാച്ചിൽ, ചേമ്പ്, ചേന ഏത് കാട്ടിലും ഉണ്ടാവും. ഇതേണ്ട, ഇതാണ് ഇതിൻ്റെ വള്ളി. കണ്ട, നല്ല വള്ളി. ഇതാണ് ഉണങ്ങിപ്പോയിട്ട് അതിൽ നിന്ന് പിന്നെ ഉണ്ടായി വരുന്നതാണ് ഈ കാണുന്നത്. പക്ഷെ ഇത് എന്തുമാത്രം ഇതിൻ്റെ അടിയിലോട്ട് ഉണ്ടാവും എന്നറിയില്ല കേട്ടാ. ഇതിനകത്ത് കുത്തു കൊള്ളാതെ എടുക്കണം. ദേ,
ഓ, ചെറിയൊരു കഷ്ണം കിട്ടിയിട്ടോ. ഇനി വലുതുണ്ട്, അത് ഇതിന് അടിയിലോട്ട് പോകണം. ഓ ഓ, ചെറിയൊരു കഷ്ണമേ പൊട്ടിയുള്ളൂ. ഇതാണ് കാച്ചിൽ കേട്ടോ. സൽമ നോക്കി നിൽക്കുക എന്താണ് ഞാൻ ചെയ്യണതെന്ന്. അല്ലടി, ഇതൊരു ചെറുതാ സംഭവമുണ്ട്. ഇതിനടിയിലോട്ട് പോവാ. ഇതിൻ്റെ ബാക്കി കിട്ടിയിട്ടില്ല, പക്ഷേ ഇതിനടിയിലോട്ട് പോകുന്നുണ്ട്. അതങ്ങനെ കിടന്ന് മുളക്കട്ടല്ലേ, നമുക്കിപ്പോൾ അത്യാവശ്യം ആയല്ലോ. ശരിക്കും പറഞ്ഞാലേ ക്യാമ്പിങ്ങിന് വരുമ്പോഴാണ് ഇതൊക്കെ കിട്ടേണ്ടത്. ഇത് മനസ്സിലായല്ലോ. ഇതേ നീലക്കാച്ചിൽ, ഇതുണ്ടോ നീല കളറ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ കാച്ചിലാക്കാം അല്ലേ? ഇല്ലേ സൽമ? ഇല്ലടി, എന്താണ് ഒരു അന്തം വിട്ട കളിയാണല്ലോ. ഇത് നമുക്ക് കൊണ്ടുപോകണ്ടേ? ഇത് പുഴുങ്ങി തിന്നാം. ചെറിയൊരു കഷ്ണം നിനക്കും തരാം കേട്ടോ. ഇതൊരു കമ്പിൽ കുത്തി കൊണ്ടുപോകും. ഒരു കമ്പ് എടുക്കട്ടെ. സംഭവം സെറ്റ്. ഇവിടെ ഇരിക്കട്ടെ അല്ലേ? ഇനി വേറൊരു സംഗതി കാണിച്ചു തരാം കേട്ടോ. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരേ. ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? വേണ്ട, എൻ്റെ ഉണങ്ങിയത് കാണിച്ചു തരാം, ചിലപ്പോൾ അപ്പം മനസ്സിലാവും. ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതുകൊണ്ടൊരു പരിപാടി കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പൂവ്, ഇതാണ് അതിൻ്റെ ഇല. ഉണ്ടോ? ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ കായ. അതിൽ നിറച്ചുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങ് പറിച്ചെടുക്കാം കേട്ടോ. ഇത് വേണ്ട, കുറച്ച് വലുതെടുക്കാം. തൊട്ടാ വീഴും. ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കമ്പ് എടുക്കുക, ചെറിയൊരു ഈർക്കളിയോ ഓലയുടെയോ ഒക്കെ എടുക്കുക. എന്നിട്ട് ഒരു പമ്പരെടുക്കുക. ഇത് പമ്പരാണ് കേട്ടോ, നമ്മൾ കറക്കി കളിക്കുന്ന പമ്പരാണ്. ആദ്യം ഒരു മുട്ടിടണം. അതിൻ്റെ കുരുവില്ലേ, അതിൻ്റെ ചെറിയ കുരു ആദ്യം ഇതിനകത്ത് കയറ്റിയിടുക. ആദ്യം ഇതേപോലെ ഒരു കുരു കയറ്റിയിടുക. എന്നിട്ട് നമ്മുടെ പമ്പരം ഇങ്ങനെ കയറ്റിയിടുക. എന്നിട്ട് ഒരു കുരുവും കൂടെ ഇതിനകത്ത് കയറ്റിയിടണം. ഇതുപോലെ ഇങ്ങനെ കയറ്റിയിടുക. സംഭവം സെറ്റാവാൻ നോക്കട്ടെ. കറങ്ങുന്നുണ്ട്. എവിടെ? കാറ്റിൻ്റെ ഇപ്പോൾ കാറ്റ് കുറവാണ്. ഇതുപോലെ കറക്കി കളിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്ത് വൃത്തിയായിട്ടാണ് കറങ്ങണേന്ന്. ഇതുപോലെ ഓടിക്കഴിഞ്ഞാൽ നല്ല കറങ്ങും, കാറ്റ് വന്നാലും കറങ്ങും. സ്പീഡിൽ ഓടുമ്പോൾ സ്പീഡിൽ കറങ്ങും. ഇതുപോലെ കറക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ? സൽമ വാ കളിക്കാം. അപ്പോൾ ഇതുപോലെ കറക്കി കളിച്ചവർ കമൻറ്റ് ചെയ്യുക. ഇത് ഞാനൊക്കെ പണ്ട് ഇത് തന്നെയായിരുന്നു പരിപാടി. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു പോയാൽ മതി. ഇങ്ങനെ
ഇങ്ങനെ നടന്നു പോയാൽ മതി. ഈ കാറ്റിൻ്റെ ഇതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങിക്കോളും. പക്ഷെ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ പിടിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ കുത്തി വെച്ചാൽ സൽമാൻ്റെ തലയിലൊക്കെ വെച്ച് കറങ്ങിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമ്മൾ പമ്പരം ഉണ്ടാക്കി, ഇതിന് പമ്പരം എന്നാണ് പറയുക കേട്ടോ. പമ്പരം ഉണ്ടാക്കി, കാച്ചിൽ കിട്ടി. പിന്നെ നമുക്ക് ഇനി ക്യാമ്പ് ചെയ്യണം, നല്ല സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം. ഇവിടെ കാപ്പിപ്പൂ ഉണ്ട്, അതുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹായ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കാപ്പിപ്പൂ കേട്ടോ. കാപ്പി ഇങ്ങനെ പൂത്ത് നല്ല റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഈ കാപ്പിയുടെ പൂവ് ഇങ്ങനെ കൊഴിഞ്ഞു പോകും, ഉണങ്ങി കൊഴിഞ്ഞു പോയിട്ട് പിന്നെ അതിൽ നിന്നാണ് കായ ഉണ്ടാവുക. ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല പൂത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് നമ്മളെ കാപ്പിപ്പൂവ്. ഇനി ഈ പൂവ് എന്ത് ചെയ്യുന്നറിയോ, വെയിൽ വരുമ്പോൾ ഇതുപോലെ ഉണങ്ങിപ്പോവും. ഇത് കണ്ടോ, ഈ പൂവ് കണ്ടോ, ഇതുപോലെ ഉണങ്ങും. ഉണങ്ങിയിട്ട് ഇതിങ്ങനെ പൊഴിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടോ ഇങ്ങനെ പൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ആ പൊഴിഞ്ഞു പോയ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മുട്ടുണ്ടാവും. കണ്ട, ഇതാണ് കാപ്പിയുടെ കുരു ഉണ്ടാവേണ്ട സ്ഥലം. കണ്ട, ഇതാണ് കാപ്പിയുടെ കുരു ഉണ്ടാകുന്ന സ്ഥലം. ഇതെവിടെയൊക്കെ ഉണ്ട്. ഇത് പുതിയ പൂവ്, ഇത് പഴയത് കരിഞ്ഞു പോയത്. ഇത് കണ്ട, കായ് ഉണ്ടായി വരുന്നുണ്ട. ഇങ്ങനെയാണ് നമ്മുടെ കാപ്പിയുടെ പ്രോസസ്സിങ്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കാപ്പിയുടെ പൂവ് കാണാത്തവരുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. നമ്മുടെ പമ്പരം കറങ്ങാൻ നോക്ക് സൽമാ, പൂവാ കൂടി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെയും സൽമയുടെയും ഇന്നത്തെ വിശേഷം. പിന്നെ ഇതേ നമ്മൾ പമ്പരം ഉണ്ടാക്കി കളിച്ചു. ഈ പമ്പരം ഉണ്ടാക്കിയവരെ, ഇങ്ങനെ കളിച്ചവർ, ഇതേ സാധനം കേട്ടോ, ഇത് മുരുക്കാണ്, മുരുക്കിൻ്റെ കായാണ്. അപ്പോൾ ഇതുണ്ടാക്കിയവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഇതുണ്ടോ ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതുണ്ടാക്കിയവർ കമൻറ്റ് ചെയ്യുക. വെറുതെ ഒരു രസമല്ലേ, നമ്മൾ പണ്ട് കാലത്തൊക്കെ കളിച്ചൊരു സാധനമാണല്ലോ. ഇവിടെ കുത്തി വെക്കാം അല്ലേ. ഈ മുരുക്കിൻ്റെ ഒക്കെ ഇത് വെട്ടിയിട്ട് 2 ടയർ ഉണ്ടാക്കിയിട്ട് ഈ ഉജാലയുടെ കുപ്പിയുടെ അത് വെച്ചിട്ടൊരു ഹാൻഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഓർമ്മയുണ്ടോ? അങ്ങനെ കളിച്ചവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നമ്മളെന്തായാലും പതുക്കെ ഇവിടുന്ന് വിടുകയാണ്. നമുക്ക് നല്ലൊരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്യണം. ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ നല്ലൊരു ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യണം. നമ്മൾ കാച്ചിലും കിട്ടി, നമ്മൾ പമ്പരവും കിട്ടി. നമ്മളെന്തായാലും പതുക്കെ ഇവിടുന്ന് വിടുകയാണ്, ഞാനും സൽമയും. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. പിന്നെ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും ഞങ്ങൾ വിടട്ടെ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞാൻ നമ്മുടെ നാട്ടിൽ പുലി ഇറങ്ങിയ കാര്യം ഒന്ന് പറയാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് ദിവസമായി സൽമാനെയൊക്കെ ഒന്ന് ഇറക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഞങ്ങൾ വിടട്ടെ. ഓക്കെ, പോവാ. ഇന്ന് എല്ലാവരോടും ടാറ്റ പറയും. ടാറ്റ പറയും. പറയടി അൽമാ, ടാറ്റ പറയും. ടാറ്റ. പോവാ. വീഴും.